വന്യജീവികളെ വെടിവെക്കാനുള്ള നിർദ്ദേശം പോലും വൈകുന്നു. വനംവകുപ്പ് മേധാവിയെ മാറ്റണം. മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി AK ശശീന്ദ്രൻ. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. വനംവകുപ്പ് മേധാവി ഗംഗാ സിംഗിന്റെ കുറ്റങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് മന്ത്രിയുടെ കത്ത്. വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയോ കാര്യക്ഷമമായ ഇടപെടൽ നടത്തുകയോ ചെയ്യുന്നില്ല എന്നാണ് മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ പറയുന്നത്. വന്യജീവി ആക്രമണം ഉണ്ടായാൽ വെടിവെക്കാൻ പോലും നിർദ്ദേശം നൽകാൻ വൈകുന്നു. പുതിയ പദ്ധതികൾ നൽകി കേന്ദ്രത്തിലുള്ള ധനസഹായം വാങ്ങിയെടുക്കുന്നില്ല. തെറ്റായ വിവരങ്ങൾ വനംവകുപ്പ് ആസ്ഥാനത്ത് നിന്നും മന്ത്രിയുടെ ഓഫീസിലേക്ക് നൽകുന്നു. പലവട്ടം വീഴ്ചകളിൽ വിശദീകരണം ചോദിച്ചിട്ടും കൃത്യമായ മറുപടിയില്ല. വകുപ്പുതല വീഴ്ചകൾ അക്കമിട്ട് നിരത്തിയാണ് മന്ത്രി മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരിക്കുന്നത്. ഗംഗാ സിംഗിനെ മാറ്റി പുതിയ വനം മേധാവിയെ കണ്ടെത്തണം എന്നാണ് മന്ത്രിയുടെ ആവശ്യം. എന്നാൽ വകുപ്പ് മേധാവിയെ മാറ്റിയാൽ പകരം നിയമിക്കാൻ ആളില്ലാത്തതിനാൽ തീരുമാനമെടുക്കാനാവാതെ മാറ്റിവെച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി. PCCF ആയിരുന്ന അമിത് മല്ലിക്കിന്റെ കാലാവധി നീട്ടി വകുപ്പ് മേധാവിയാക്കണമെന്നായിരുന്നു വനം മന്ത്രിയുടെ ശുപാർശ. പക്ഷേ കാലാവധി നീട്ടി നൽകുന്നതിനോട് മുഖ്യമന്ത്രി താല്പര്യം കാണിച്ചില്ല. അദ്ദേഹം കഴിഞ്ഞ മാസം വിരമിച്ചു. ഇനി PCCF ആയുള്ളത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ D ജയപ്രസാദ് ആണ്. അദ്ദേഹം ഈ മാസം 30-ന് വിരമിക്കും. ഗംഗാ സിംഗിനെ മാറ്റിയാൽ അതേ റാങ്കിൽ നിയമിക്കാൻ ഉദ്യോഗസ്ഥരില്ല. APCC റാങ്കിലുള്ളവർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കണമെങ്കിൽ 1 വർഷമെങ്കിലും കഴിയണം.